ഒരു ഗ്രാമത്തിൽ വർഷങ്ങൾക്കു മുൻപ് ഒരു സന്യാസി താമസിച്ചിരുന്നു. ആ ഗ്രാമത്തിലെ എല്ലാവർക്കും ആ സന്യാസിയെ വളരെ അധികം പേടി ആയിരുന്നു. രാത്രി ആയിക്കഴിഞ്ഞാൽ ആരും ആ വഴിയിലൂടെ നടക്കില്ല. കാരണം രാത്രികാലങ്ങളിൽ ആയിരുന്നു തന്റെ അഭിചാരക്രിയകൾ നടത്തി വന്നിരുന്നത്. രാത്രി 12-ന് അടുത്ത് ഗ്രാമത്തിലെ നായ്ക്കൾ ഒരുമിച്ച് മുഴങ്ങിത്തുടങ്ങും. അത് കേട്ടാൽ കുട്ടികൾ പേടിച്ച് അമ്മമാരുടെ നെഞ്ചിലേക്ക് ഒളിക്കും. വീടുകളുടെ പുറത്തെ വിളക്കുകൾ ഒന്നൊന്നായി കെടുത്തിവയ്ക്കും. കാരണം എല്ലാവർക്കും അറിയാം, ഇപ്പോഴാണ് ആ സന്യാസിയുടെ അഭിചാരക്രിയകൾ തുടങ്ങുക. കുടിലിന്റെ അകത്തുനിന്ന് ആദ്യം കേൾക്കുന്നത് താഴ്ന്ന ശബ്ദത്തിൽ ജപിക്കുന്ന മന്ത്രങ്ങൾ. അതിനു പിന്നാലെ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയിൽ ചിരിയും കരച്ചിലും കലർന്ന ചില ശബ്ദങ്ങൾ. ചിലർ പറഞ്ഞു, ഒരു പ്രാവശ്യം അവന്റെ കൂടിൽ നിന്ന് അർദ്ധരാത്രിയിൽ ചുവന്ന തീപ്പൊരികൾ ആകാശത്തേക്ക് ഉയരുന്നത് കണ്ടിട്ടുണ്ട് എന്ന്. മറ്റൊരാൾ പറഞ്ഞു, വീട്ടിലെ വാതിലിൽ മണൽ ചിതറിക്കിട്ടിയ ദിവസം മുതൽ ഇവരുടെ ഭാഗ്യം മുഴുവൻ തലകീഴായി പോയെന്നു. ആ ഗ്രാമത്തിൽ എല്ലാവരും തമ്മിൽ ഒന്നു മാത്രം സംസാരിക്കില്ല. ആ സന്യാസിയെ ഇങ്ങനെ ശക്തിയുള്ളവനാക്കി വിട്ടത് ആര്? അവനെ ഗ്രാമത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത് ആര്?